ഏതാണ്ട് 30,000 കർഷകരെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ ജയസൂര്യയെ പോലൊരു. നമസ്കാരം. കൃഷ്ണപ്രസാദും ജയസൂര്യവും നമ്മൾ ആരും മറന്നിട്ടുണ്ടാവില്ല അല്ലേ? കാരണം മൺചട്ടിയിൽ പിലാവിൻ്റെ ഇല കൊണ്ട് കുമ്പിള് കുത്തി അതുകൊണ്ട് കഞ്ഞി കുടിച്ച് കർഷകർക്ക് വേണ്ടിയിട്ട് പോരാടിയ അല്ലെങ്കിൽ കർഷകർക്ക് വേണ്ടിയിട്ട് ശബ്ദിച്ച രണ്ട് വ്യക്തിത്വങ്ങൾ അല്ലേ? കാരണം കേരള ഗവൺമെന്റിനെതിരെ ആയപ്പോൾ ഭയങ്കരമായിട്ട് ശബ്ദിച്ചിരുന്നു. എന്തായാലും കൃഷ്ണപ്രസാദ് ഇന്നലെ പറഞ്ഞ ഒരു വാക്കുകളുണ്ട്. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയാം. എന്തായാലും ഇപ്പൊ കർഷക സമരവും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടാവും, ഡൽഹി ചലോ മാർച്ചും കാര്യങ്ങളൊക്കെ. അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഒന്ന് നമുക്ക് നോക്കണ്ടേ? എന്തായാലും കൃഷ്ണപ്രസാദ് പറയുന്ന ആ വാക്കുകളൊന്ന് കാണുക ആദ്യം. നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, ആ സോഷ്യൽ കമ്മിറ്റ്മെൻ്റാണ് ഇന്ന് ജയസൂര്യയും എന്നെയൊക്കെ വിവാദത്തിലെത്തിച്ച ചില കാര്യങ്ങളിലും കൊണ്ടുപോയി എന്നുള്ളത് ദുഃഖകരമാണെങ്കിൽ പോലും. ഏതാണ്ട് 30,000 കർഷകരെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ ജയസൂര്യയെ പോലൊരു മാന്യദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ഞാനിവിടെ വരുമ്പോഴും വളരെയധികം കർഷകരെന്നെ വിളിച്ചിരുന്നു, ഇന്ന് പരിപാടിക്ക് പോകുന്നില്ലേ, അദ്ദേഹത്തോട് ഞങ്ങളുടെ നന്ദി അറിയിക്കണമെന്ന് പറഞ്ഞു. ഈ നന്ദി എന്ന് പറയുന്നത് എത്ര പേര് ആത്മഹത്യ ചെയ്തു എന്നുള്ളത് തിരുവല്ലക്കാരായ നമുക്കറിയാം. കാരണം തിരുവല്ലയിൽ തന്നെ ആയിരുന്നു അതൊക്കെ സംഭവിച്ചത്. മൃഗങ്ങളിപ്പോൾ നാട്ടിലിറങ്ങുന്നു, അവരുടെ ആഹാരത്തിന് വേണ്ടി. ഞങ്ങളും ആഹാരത്തിന് വേണ്ടി പൊരുതുകയാണ് പ്രകൃതിയോടും സർക്കാരിനോടും. മിസ്റ്റർ കൃഷ്ണപ്രസാദ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കർഷകർ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്, കർഷകരെ നമ്മൾ എപ്പോഴും അംഗീകരിക്കേണ്ട ആളുകളാണ്. കാരണം നമുക്കൊക്കെ അന്നം തരുന്നത് ഈ പറയുന്ന കർഷകരാണ്. അവരുടെ കൂടെ തന്നെയാണ് നിൽക്കേണ്ടത്. നിങ്ങളിപ്പോൾ കുറെ കർഷകർ വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഈ പറയുന്ന വ്യക്തി ഡൽഹി ചലോ മാർച്ചിൽ കർഷകർ മരിച്ചതുമായി സംബന്ധിച്ച് അല്ലെങ്കിൽ കർഷകരെ ക്രൂരമായിട്ട് ആക്രമിക്കുന്ന കേന്ദ്ര ഭരണത്തിനെതിരെ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രതികരിക്കാത്തത്? ഇവിടെ മരിച്ചു വീഴുന്നതും കർഷകരല്ലേ? രാജ്യത്തിന് വേണ്ടി, രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് അന്നം നൽകാൻ വേണ്ടിയിട്ട് എല്ലുമുറിയെ പണിയെടുക്കുന്ന കർഷകരല്ലേ ഡൽഹി ചലോ മാർച്ചിലും മരിച്ചു വീഴുന്നത്? അതും ഇന്ന് വരെ ഇന്ത്യ കാണാത്ത, ലോകം കാണാത്ത രീതിയിലുള്ള പ്രതിരോധമാണ് ആ കർഷകർക്കെതിരെ കേന്ദ്ര സർക്കാർ നീക്കിക്കൊണ്ടിരിക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കൃഷ്ണപ്രസാദും ജയസൂര്യയും ആ കർഷകർക്ക് വേണ്ടിയിട്ട് ഒരക്ഷരം എവിടെയെങ്കിലും ഉരിയാടിയോ? അതോ ഊമപ്പെണ്ണിലെ ഉരിയാട പയ്യനാറിയിട്ട് ഈ പറയുന്ന ജയസൂര്യയും കൃഷ്ണപ്രസാദും മാറിയോ? കാരണം ഇവരെ കുറിച്ച് പറയുമ്പോൾ മാത്രം എന്താ ഈ കർഷക സ്നേഹം എവിടെ പോയി നിങ്ങൾക്ക്? അപ്പൊ നിങ്ങൾക്ക് കർഷക സ്നേഹമല്ല. കാരണം അവിടെ മരിച്ചു വീഴുന്നത് പാവപ്പെട്ട കർഷകരാണ്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോരാടുന്നത്. അവിടെ അവരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. അതെന്താ കേന്ദ്രത്തിനെതിരെ മാത്രമാകുമ്പോൾ നിങ്ങൾക്കൊന്നും ഈ കർഷക സ്നേഹമില്ലാത്തത്? കാരണം കേന്ദ്രത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇടി വീട്ടിൽ വന്നാലോ അല്ലേ? കാരണം ആ ഒരു ഭയമായിരിക്കും നിങ്ങളൊക്കെ അലട്ടുന്നത്. കാരണം കേരള സർക്കാരിനെതിരെ എന്തും പറയാം, അത് ഏറ്റുപിടിക്കാൻ കുറെ ആളുകളും ഉണ്ടാവും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ കേന്ദ്രത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്നുള്ള ആ ഒരു ഭയം കൊണ്ടാണോ കേന്ദ്ര സർക്കാരിന്റെ ഈ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെയും കർഷകരെ ഇത്രത്തോളം കൊടും ക്രൂരമായിട്ട് ആക്രമിക്കുന്നതിനെതിരെയൊന്നും താങ്കൾ മിണ്ടാതിരിക്കുന്നത്? എന്തായാലും താങ്കളുടെ ഈ ഇരട്ട നിലപാട്, ഈ ഇരട്ടത്താപ്പ്, ഇപ്പോഴും കർഷക സ്നേഹം എന്ന് പറഞ്ഞു നടക്കുന്ന നിങ്ങൾ രണ്ടുപേരുടെയും ഈ ഒരു നാടകം നമിച്ചിരിക്കുന്നു എന്നേ നിങ്ങളോട് പറയാനുള്ളൂ. കാരണം നിങ്ങൾക്ക് ഇവിടെ കർഷക സ്നേഹമല്ല, സ്വന്തം താല്പര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ കളിപ്പാവകളായി മാറുന്ന ആളുകളാണ് നിങ്ങൾ എന്ന് മാത്രമേ നിങ്ങളെ മനസ്സിലാക്കാനുള്ളൂ. അതിൽ കൂടുതലായിട്ട് നിങ്ങളെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാനില്ല. അപ്പൊ എന്തായാലും നിങ്ങളുടെയൊക്കെ ഈ ഒരു കർഷക സ്നേഹം ഭയങ്കരമായിട്ടുള്ള കർഷക സ്നേഹമാണ് എന്നുള്ളത് ഇപ്പൊ ഏകദേശം മനസ്സിലായി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട്. ബൈ.